വർഷം ജൂലൈയിൽ ബേബി സിറ്റർ ജോലിക്കായി കുവൈറ്റിലേക്ക് പോയ തിരുവനന്തപുരം സ്വദേശി ബീനാകുമാരി അവിടെ ജോലിഭാരവും ശമ്പളമില്ലായ്മയും കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ അവരെ കയറ്റിവിട്ട ഏജന്റ് കൈമലർത്തുകയാണ് ഉണ്ടായത്. ഒരു റിക്രൂട്ട്മെന്റ് ലൈസൻസ് പോലും ഇല്ലാത്ത ഇത്തരം ഏജൻസികൾ വഴി വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് മുന്നറിയിപ്പുമായിട്ടാണ് ഇന്ന് ബീനാകുമാരി നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ബീനാകുമാരി ഇപ്പോൾ എത്രാമത്തെ വർഷം പോണ്? ഇപ്പോൾ 4ാമത്തെ വർഷം. ഇതിനു മുമ്പ് പോയല്ലോ? ഇതിനു മുൻപ് പോയതെല്ലാം നല്ല ഇതായിരുന്നു സാർ. എവിടെയായിരുന്നു? കുവൈറ്റിലായിരുന്നു. എത്ര കാലം നിന്നു? ഞാൻ 2020 പോയി, 19 പോയി, 22 തിരിച്ചു വന്നു. വീണ്ടും 1 വർഷത്തോളം നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊരു വിസ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അവരുടെ ഇതിലാണ് ഞാൻ പോയായിരുന്നു. പോയി ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. എന്താണ് കഷ്ടപ്പാട്? അപ്പോൾ അവിടെ പോയിട്ട് 3 പ്രാവശ്യം പോയപ്പോൾ നല്ല സുഖമായിരുന്നു? അല്ല സാർ, ആ പോയതല്ല, കമ്പനിയുടെ കീഴിൽ പോയതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവരെ കൂടെ പോകാതിരുന്നു വീണ്ടും? അത് ഞാൻ അവിടെ രണ്ടാമത് ഞാൻ പോകാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു വിസ ഇട്ട് തന്നില്ലായിരുന്നു. ആര്? ഞാൻ എന്നെ രണ്ടാമത് കൊണ്ടുപോയ പാർട്ടി. എന്താ പറഞ്ഞ അവർ? ഇല്ല, അവിടെ വേറെ ആളെടുത്തായിരുന്നു. അങ്ങനെ രണ്ടാമത് പോയത്. ഇപ്പോൾ എൻ്റെ ഒരു അവിടെ ചെന്നപ്പോൾ എന്താ വിശേഷം പറയും? കുഞ്ഞിനെ നോക്കുന്നതായിരുന്നു. കൊച്ചു ആയിട്ടാണ് പോയത്. അതെ, ബേബി സിറ്റിംഗ് ബേബി സിറ്റിംഗ് ആയിട്ടാണ് പോയത്. അപ്പം മന്ത്ലി സാലറി ചോദിക്കുമ്പം സാലറി തരത്തില്ല. ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. പിന്നെ എനിക്ക് അസുഖമായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. അങ്ങനെയല്ല ഞാൻ ഓഫീസിൽ അറിയിച്ചായിരുന്നു. പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കിയില്ല. ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ 2.5 ലക്ഷം രൂപ കമ്പനിക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് ഭീഷണി പോലെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവിനെ ഫോൺ വഴി അറിയിച്ചായിരുന്നു. ലാസ്റ്റ് എനിക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു. മേഡം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ന്യൂമോണിയയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഗർഭപാത്ര സംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിരന്തരം ജോലിക്ക് കയറാതിരിക്കുമ്പോഴത്തേക്ക് മേഡം ജോലി ചെയ്തില്ലെങ്കിൽ കുവൈറ്റ് പോലീസിനോട്ട് പിടിപ്പിക്കുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ നാട്ടിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ കിട്ടി. ഞാൻ സംസാരിച്ചായിരുന്നു. എന്തായാലും ഈശ്വര സ്ഥാനത്തിൽ നാട്ടിലെത്തി ഞാൻ. ഈ ഏജന്റുമാരെന്താ പറയുന്നത്? സാർ, ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്ന് എന്ത് സംഭവിച്ചിരുന്നാലും അവർക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞൊരു കൈയൊഴികയായിരുന്നു. എന്താ കാരണം? എത്ര പൈസ മേടിച്ചിട്ട് കൊണ്ടുപോയേ? എൻ്റെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിച്ചില്ലായിരുന്നു. മെഡിക്കൽ വരെ ഞാൻ എടുത്തിട്ടപ്പോൾ, പക്ഷേ എനിക്ക് മെഡിക്കലിൻ്റെ കാശെല്ലാം തരാമെന്ന് പറഞ്ഞായിരുന്നു. ഓഫീസിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ വീടിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ ഞാൻ സംസാരിച്ചു. പറ്റത്തില്ല, നേരത്തെ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ശമ്പളമേ ഉള്ളൂ, നിൽക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയെല്ലാം എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു. 140 KD എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയായിരുന്നു. ഇന്ത്യൻ മണി തന്നെ ഒരു 35,000 രൂപയോളം കിട്ടുമായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ അവർ തരുന്നതെല്ലാം 27, 25 ഇങ്ങനെയുള്ള കുവൈറ്റ് ദിനാറാണ് ഞങ്ങൾക്ക് തരുന്നതായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം അവരാരും മൈൻഡില്ല. എനിക്ക് എന്ത് സംഭവിച്ചിരുന്നാലും അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ജോലി തന്നു, അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. അവസാനം എൻ്റെ ഭർത്താവ് തിരുവനന്തപുരത്തെ പുള്ളിയുടെ വീട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഞാൻ പോയി പാസ്പോർട്ട് കൊടുത്ത സ്ഥാപനം ഒരു രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരിതായിരുന്നു. അവിടെ 10,000 കണക്കിന് രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകളെ കൊണ്ടുപോകുന്നത്. അതൊക്കെ വലിയ അപകടം പിടിച്ച വിഷയങ്ങളാണ്. നമ്മളൊന്നത് വിചാരിച്ചാൽ നടക്കുന്നതല്ല. എങ്ങനെയാണ് ഇവർ കൊണ്ടുപോകുന്നത്, എന്താണ് ഏതാണ് എന്നൊക്കെയുള്ളത് വലിയ വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നുമുണ്ട്. അതിൽ ഇപ്പോൾ അങ്ങനെ പെട്ട ഒരാളാണ് നിങ്ങൾ. കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നോ? കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു സാർ. ഉണ്ടായിരുന്നു. അത് ഗവൺമെൻറ് വഴിയുള്ള കോൺട്രാക്റ്റാണോ? അതെ, ഞാൻ ഇമിഗ്രേഷനോട് പോയതാ. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പോയതാ. ശരി. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാർ. അവിടെ പോയപ്പോഴത്തേക്ക് 1.5 മാസത്തോളം എനിക്ക് ഭക്ഷണമൊന്നും കിട്ടാതെ വെച്ച് കഴിക്കാൻ സമ്മതിക്കത്തില്ല. കുപ്പൂസ എന്തെങ്കിലും കഴിച്ച് കിടക്കുമായിരുന്നു. പിറ്റേന്ന് രാവിലെ എണീറ്റ് ജോലിക്കൊന്നും എനിക്ക് വരാൻ പറ്റത്തില്ല, കുഞ്ഞിനെ നോക്കാനോ ഒന്നിനും പറ്റത്തില്ല. മാഡം എനിക്ക് ഭക്ഷണം കഴിക്കാൻ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും വെക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഏജൻസിയെ വിളിച്ച് അറിയിച്ചു.
അപ്പോഴവരാരും അതിനൊരു മറുപടിയില്ല. അങ്ങനെ എനിക്ക് പെട്ടെന്ന് വയ്യായ്കയായി, ന്യൂമോണിയ, കഫക്കെട്ട് വന്ന് ഹോസ്പിറ്റലിൽ പോയി, ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞ് ഇൻഫെക്ഷനായി, ഇനി മേഡം എന്തെങ്കിലും തീരുമാനം എടുക്കണം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞായിരുന്നു. അന്ന് മുതൽ ഞാൻ പറഞ്ഞു നാട്ടിൽ പോകണം, എനിക്ക് നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിറ്റേ ദിവസം ഞാനിവിടെ നോർക്ക റൂട്ട്സിൽ പരാതി കൊടുത്തതല്ല മേഡം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ആരോ തിരുവനന്തപുരത്ത് എന്നെ പറഞ്ഞു വിട്ട് ആരോ അവിടെ ഓഫീസിൽ അറിയിച്ചു. മേഡം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ റിലീസ് ചെയ്യാം, പക്ഷേ നിങ്ങൾ എൻ്റെ പേർക്ക് കൊടുത്താൽ ഞങ്ങൾ ശമ്പളം തരുന്നില്ലെന്നും ഭക്ഷണം തരുന്നില്ലെന്നും പറഞ്ഞ് പരാതി കൊടുത്തത് പിൻവലിക്കാൻ പറഞ്ഞായിരുന്നു. ഞാനൊന്നിനും മറുപടി പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ എന്നോട് പറഞ്ഞു, നാളെ രാവിലെ നാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ. എത്ര മക്കളാ? 2 മക്കളാണ്. മോനും മോളും. ഒരാൾക്ക് 23, ഒരാൾക്ക് 20 വയസ്സായി. ഓഹോ, അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു അല്ലേ? തിരിച്ചു പോകുന്നു. ഇനി പോകാൻ ഉദ്ദേശം ഉണ്ടോ? ഇല്ല, ഇനി ഗൾഫിലേക്കേ ഇല്ല. ഏജന്റിന്റെ പേര് നാസർ എന്നാണ് സാർ. ഇവിടെ നമ്മുടെ വള്ളക്കടവില്ല അവരുടെ ബിസ്മി ട്രാവൽസ് എന്ന എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാനവിടെ പോയപ്പോഴത്തേക്ക് പിന്നെ ആ സാറ് മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. ബിസ്മി ഏജൻസി എന്നാണ് അതിൻ്റെ പേര്, ഏജൻസീസ്. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ഹസ്ബൻഡ് അന്വേഷിച്ചപ്പോഴത്തേക്ക് പുള്ളി നേരത്തെ ചെന്നൈ ആ വഴി ആൾക്കാരെ വിട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതില്ല. അങ്ങനെ സാർ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് നാട്ടിൽ പോകണമെന്ന് ഓഫീസിൽ സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറയാണ്, നിങ്ങൾക്ക് ജോലി തന്നു, ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? കൂടുതലും നേപ്പാളികളും ശ്രീലങ്കക്കാരി പെൺപിള്ളേരും അവിടെ വരുന്നത്. ആർക്കും ഭക്ഷണം എന്ന് വെച്ചാൽ വീട് പറ്റാതെ വരുമ്പോഴത്തേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കത്തില്ല. അത്രത്തോളം പ്രയാസത്തിലായിരുന്നു. പിന്നെ ഞാൻ അപ്പോഴപ്പോഴായിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവിനുള്ളിൽ സംസാരിക്കുമായിരുന്നു. അവർ ഇവിടെ എന്നെ പറഞ്ഞു വിട്ട ഓഫീസിലുള്ളിൽ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവിടെ കിടന്ന് മരിച്ചു പോയാൽ അവർക്കൊരു വിഷയമില്ല എന്നുള്ള ഇതായിരുന്നു. വീട്ടുപണിക്ക് പോകുന്ന സ്ത്രീകളുടെ ദുരിതങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല. 70കളിൽ ആരംഭിച്ച ഈ പ്രയാണം ഇന്നും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു നിയമപരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ആർക്കും വിഷമമൊന്നുമില്ല. ന്യായമായ വേതനവും ന്യായമായ ജോലിയും ന്യായമായ പരിഗണനയും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇത്തരം ജോലിക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം കുടുംബം പോറ്റാൻ സ്ത്രീകളാണ് ഇപ്പോൾ ഇത്തരം ജോലിക്ക് അധികം പോകാൻ തയ്യാറാകുന്നത്. അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വളരെ ഗൗരവതരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരിതൊക്കെ നാടും വീടും വിട്ടു പോകുന്നത്. അപ്പോൾ അത് നിയന്ത്രിക്കണം, അത് നിരോധിക്കണമെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്, എംബസികൾക്കുണ്ട്, നമ്മളെ സാമൂഹ്യ സംഘടനകൾക്കുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാവർക്കും ഉണ്ട്. നോർക്ക റൂട്ട്സ് ആ നിലയിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വലിയ പ്രവർത്തനമാണ് എല്ലാവർക്കും. ഇപ്പോൾ ഇവരെ തന്നെ അടിയന്തരമായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവിടുത്തെ സ്പോൺസറെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴിയുണ്ടായി. കാരണം അതുപോലും ഇല്ല. അത് 2016 ശേഷം ഉണ്ടാകുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം തന്നെയാണ്. പ്രവാസികൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ ഓടിയെത്തുന്ന അല്ലെങ്കിൽ അവിടേക്ക് സഹായവുമായി വരുന്ന ഒരു കേരള ഗവൺമെൻറ്റുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എന്താ വേണ്ട ഒരു സിസ്റ്റം കേന്ദ്ര ഗവൺമെൻറ്റും തുടങ്ങേണ്ടിയിരിക്കുന്നു. അതിൽ MP-മാരാണ് മുൻകൈ എടുക്കേണ്ടത്. അവരത് വേണ്ടത്ര ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നമുക്ക് എത്രയോ MP-മാരുണ്ട്, 10-25 MP-മാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവരെല്ലാവരും കൂടി കക്ഷി രാഷ്ട്രീയമൊക്കെ മറന്ന് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അവർ തിരിച്ചു വന്നിരിക്കുന്നു. ഇവർ വീണ്ടും ഒരു ജീവിതം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നേരിട്ട കഷ്ടപ്പാടുകൾക്കൊക്കെ എന്തു പറയാനാ. ഇനി സൂക്ഷിച്ച് പോകണ്ടെങ്കിൽ കേട്ടാ. ഓക്കെ, നമസ്കാരം.